ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 5ാം ക്ലാസ് അഹ്കാമു തജ്വീദ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ അഹ്കാമു തജ്വീദിലെ അദ്ദറസു സാലിസ് 3ാമത്തെ പാഠവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ ഹുറൂഫുൽ മുഖത്ത. ഹുറൂഫുൽ മുഖത്ത നമുക്ക് പാഠം മനസ്സിലാക്കാം. എന്താണ് ഹുറൂഫുൽ മുഖത്ത എന്ന്? പരിശുദ്ധ ഖുർആനിലെ സൂറത്തുകളുടെ തുടക്കത്തിൽ പേര് വായിക്കപ്പെടുന്ന ഹർഫുകൾക്കാണ് ഹുറൂഫുൽ മുഖത്ത എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുകളുടെ തുടക്കത്തിൽ പേര് വായിക്കപ്പെടുന്ന അതായത് അക്ഷരങ്ങൾ തന്നെ, നമ്മളിപ്പോൾ മീം എന്ന് അവിടെ നമ്മൾ പേര് തന്നെയാണ് വായിക്കുക. അതിനാണെന്ത് പേര് വായിക്കപ്പെടുന്ന ഹർഫുകൾക്കാണ് ഹുറൂഫുൽ മുഖത്ത എന്ന് പറയുന്നത്. അപ്പോൾ അത് 29 സൂറത്തുകളുടെ തുടക്കത്തിൽ ഹുറൂഫുൽ മുഖത്ത വന്നിട്ടുണ്ട്. 29 സൂറത്തുകളുടെ മുമ്പിൽ ഹുറൂഫുൽ മുഖത്ത വന്നിട്ടുണ്ട്. 29 സൂറത്തുകളുടെ തുടക്കത്തിൽ 14 ഹർഫുകളാണ്. എത്ര ഹർഫുകളാണ് ഹുറൂഫുൽ മുഖത്ത ആയിട്ട് വന്നത്? 14 ഹർഫുകളാണ്. 14 ഹർഫുകൾ 29 സൂറത്തുകളിൽ. അപ്പം അത് സൂറത്തുകളുടെ എണ്ണത്തിനനുസരിച്ച് ഹർഫുകൾ ഇല്ലാത്തതിൻ്റെ കാരണം എന്താണ്? ഒരേ ഹർഫുകളിൽ തന്നെ ഒന്നിൽ കൂടുതൽ സൂറത്തുകൾ വരുന്നത് കൊണ്ടാണ്. ഹാമീൻ എന്നുള്ള ഒരുപാട് സൂറത്തുകളുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ ഇതൊക്കെ ഈ എണ്ണം എന്തായാലും നന്നായി മനസ്സിലാക്കി വെക്കുക, മാറിപ്പോകരുത്. ഏതെങ്കിലും ഒന്ന് എക്സാമിന് ചോദ്യമായിട്ട് വരുന്നതാണ്. എന്താണ് ഹുറൂഫുൽ മുഖത്ത എന്ന് വരും. പിന്നെ എണ്ണം, എത്ര സൂറത്തുകളുടെ തുടക്കത്തിലാണ് ഹുറൂഫുൽ മുഖത്ത വരുന്നത്? 29 സൂറത്തുകളിലാണ്. ഹുറൂഫുൽ മുഖത്തയുടെ ഹർഫുകൾ എത്രയാണ്? ഹർഫുകൾ 14 ഹർഫുകളാണ്. അപ്പോൾ അത് നന്നായി മനസ്സിലാക്കാം. അപ്പോൾ അവയുടെ പാരായണം നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ അവിടെ ഹുറൂഫുൽ മുഖത്ത വന്ന 29 സൂറത്തുകളിൽ 14 ഹർഫുകളാണ് ഇവിടെ താഴെ ബോക്സായിട്ട് കൊടുത്തത്. 14 ഹർഫുകൾ. അപ്പോൾ ആ 14 ഹർഫുകൾ ഏതാണെന്നാണ് ഇവിടെ താഴെ ബോക്സിൽ കൊടുത്തത്. അപ്പോൾ അതിൻ്റെ പാരായണം, ഉച്ചാരണം എങ്ങനെയാണ് വരുന്നത് നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ അതിവിടെ എഴുതി തന്നിട്ടുണ്ട്, നന്നായി മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ നൂന് തന്നു. അപ്പോൾ അത് നമ്മൾ പാരായണത്തിൽ എങ്ങനെയാണ് ഓതുക? നൂൻ, സാദ്, ഹ, ഖാഫ്, യാ, മീം, ലാം, ഹാ, സീൻ, റാ, ഖാഫ്, അലിഫ്, താ, ഐൻ. അപ്പോൾ ഇത് ഇങ്ങനെ ഒറ്റ ഹർഫുകളായിട്ടല്ല, നമുക്ക് നൂനുണ്ട്, കാഫും അതുപോലെ വരുന്നുണ്ട്. പിന്നുള്ളതൊക്കെ മറ്റക്ഷരങ്ങൾ ചേർന്നിട്ടാണ് വരിക. എങ്ങനെയാണ്? അലിഫ് ലാം അങ്ങനെ വരാറുണ്ട് അല്ലേ? നമ്മൾ സൂറത്തുകളുടെ തുടക്കത്തിൽ കണ്ടിട്ടില്ലേ? അപ്പം അത് അക്ഷരങ്ങളുടെ പേര് തന്നെയാണ് നമ്മൾ വായിക്കപ്പെടുന്നത്. ഹർഫുകളുടെ പേര് തന്നെയാണ് നമ്മൾ വായിക്കപ്പെടുന്നത്. അതിനാണ് ഹുറൂഫുൽ മുഖത്ത എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കുക എല്ലാവരും കേട്ടോ. സ്വാദ് അതൊക്കെ അതുപോലെ തന്നെ വരുന്നത്. സ്വാദ് അങ്ങനെ തന്നെയാണ് വരുന്നത് കേട്ടോ. പിന്നെന്താണ്? ഹ എന്ന് ഇവിടെ ഉള്ളൂ. പിന്നെ അതിനോട് ചേർന്നിട്ട് എന്താ വരല്ലേ? ഹമീം. ഉമ്മീമും കൂടെ വരും. ഹമീം അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? നമ്മൾ ഓതിയിട്ടില്ലേ? അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ ഇതിനാണ് എന്ത്? ഹുറൂഫുൽ മുഖത്ത എന്ന് പറയുന്നത്. മനസ്സിലാക്കാം. ഈ 14 ഹർഫുകളിൽ നൂൻ, ഖാഫ്, സാദ്, ഐൻ, സീൻ, ലാം, ഖാഫ്, മീം എന്നീ 8 അക്ഷരങ്ങൾക്ക് മദ്ദുൽ ലാസിം നൽകിയാണ് ഓതേണ്ടത്. മദ്ദുൽ ലാസിം എന്താണ്? മദ്ദുൽ ലാസിം അപ്പം നമ്മളിവിടെ മദ്ദുൽ ലാസിം നമ്മൾ 4ാം ക്ലാസ്സിൽ പഠിച്ച മദ്ദുകൾ ഇവിടെയൊക്കെ നമ്മൾ കൊണ്ടുവരണം. എന്താണ് മദ്ദുൽ ലാസിം? മദ്ദക്ഷരത്തിനു ശേഷം സ്ഥിരമായ സുക്കൂന് നൽകി ഓതുന്നതിനാണ്.
മദ്ദുൽ ലാസിം എന്ന് പറയുന്നത് മദ്ദക്ഷരത്തിന് ശേഷം സ്ഥിരമായ സുക്കൂന് വരുന്നതാണ് മദ്ദുൽ ലാസിം. മനസ്സിലാക്കുക. അപ്പം എങ്ങനെ നൂൻ, നൂൻ എന്ന് പറയുന്ന വാവിന് ശേഷം മദ്ദക്ഷരത്തിന് ശേഷം നൂൻ എന്ന് പറയുന്ന സുക്കൂന് വരുന്നുണ്ട്. നൂൻ. കാഫ്, കാഫ് മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂന് വരുന്നു. മനസ്സിലാക്കുക. ലാം മദ്ദക്ഷരത്തിന് ഇവിടെ അലിഫ്, ലാ എന്നിട്ട് അലിഫ്, മീമിന് സുക്കൂന് വന്നു. അപ്പം അതൊക്കെ മനസ്സിലാക്കുക. ഐൻ, ഐൻ ലീനക്ഷരത്തിന് ശേഷമാണ് ഐൻ. അപ്പം മദ്ദക്ഷരത്തിൻ്റെയോ ലീനക്ഷരത്തിൻ്റെയോ ശേഷം സ്ഥിരമായ സുക്കൂന് വരുന്നതാണ് മദ്ദുൽ ലാസിം. മനസ്സിലാക്കുക. സീൻ, യാ വന്നു, നൂന് വന്നു. മനസ്സിലാക്കുക. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ പാഠത്തിൽ ഓർത്തെടുക്കണം. നമ്മൾ 4ാം ക്ലാസ് പഠിച്ചിട്ടുണ്ടല്ല മദ്ദുകൾ, മുത്തസിൽ, മുൻഫസിൽ, ലാസിം, ആരിൽ, ലീന്. അപ്പം അത് മനസ്സിലാക്കണം. പിന്നെന്താണ് ഇവിടെ തഹസീസ് വർക്ക് വരുന്നത്? എന്താണ്? നക്ര സൂറത്ത് യൂസുഫ്, യൂസുഫ് സൂറത്തിൽ മദ്ദുൽ മുത്തസിൽ, മദ്ദുൽ മുൻഫസിൽ, ലാസിം ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് പാരായണം ചെയ്യാനാണ്, ഓതാനാണ് പറയുന്നത്. പിന്നെ നഹ്വദ് സൂറത്ത് യാസീന് മനപ്പാഠമാക്കാൻ സൂറത്ത് യാസീന് 11ാമത്തെ ആയത്ത് മുതൽ 15ാമത്തെ ആയത്ത് വരെ റാത്തീബ് ഹദ്ദാദിൽ നിന്നും റാത്തീബൽ ഹദ്ദാദിൽ നിന്ന് ലഫ്ലുകളും. അപ്പോൾ അത് നിങ്ങൾ ഓർഡറിൽ ഇങ്ങനെ പഠിച്ചു പോവുക. നമുക്ക് എക്സാം ആകുമ്പോഴേക്കും മുഴുവനായിട്ട് പഠിക്കണം. അപ്പോൾ ഓരോ പാഠത്തിൻ്റെയും കൂടെ ഇവിടെ യാസീൻ്റെ ആയത്തുകൾ തന്ന പോലെ, എണ്ണം തന്ന പോലെ ഹദ്ദാദിൽ നിന്നും കുറേശ്ശായിട്ട് പഠിച്ചു പോവുക. എന്നാലേ നമുക്ക് എക്സാം ആകുമ്പോഴത്തെ മുഴുവനാക്കാൻ കഴിയും. ഇത് ഖുർആൻ്റെ അവസാനത്തിലുണ്ട് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഇനി നമുക്ക് ദഫ്തർ തോലിബ് നോക്കാം. അപ്പോൾ എന്താണ്? തദ്രിബാത്തിൽ ആദ്യം നുജിബ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. പരിശുദ്ധ ഖുർആനിൽ ഹുറൂഫുൽ മുഖത്ത വന്ന സൂറത്തുകൾ എത്ര? എത്ര സൂറത്തുകളിലാണ്? 29 സൂറത്തുകളിലാണ് വന്നത്. അപ്പോൾ നമ്മളത് അവിടെ പാഠത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടേക്ക് നോക്കിയതാ. 29 സൂറത്തുകളിലാണ് ഹുറൂഫുൽ മുഖത്ത വന്നത്. അടുത്തത് എന്താണ്? ഹുറൂഫുൽ മുഖത്ത ഏതെല്ലാം? ഹുറൂഫുൽ മുഖത്ത ഏതെല്ലാം? അപ്പോൾ ഹുറൂഫുൽ മുഖത്ത ഈ അക്ഷരങ്ങളൊക്കെ അവിടേക്ക് എഴുതി വെക്കുക. മനസ്സിലാക്കുക. 14 ഹർഫുകൾ. അടുത്തത് എന്താണ്? ഹുറൂഫുൽ മുഖത്തയിൽ മദ്ദുൽ ലാസിം വരുന്നവ ഏതെല്ലാം? ഹുറൂഫുൽ മുഖത്തയിൽ മദ്ദുൽ ലാസിം വരുന്നവ ഏതെല്ലാമാണ്? അവിടെ പറയുന്നുണ്ട്. നൂൻ, കാഫ്, സ്വാദ്, ഐൻ, സീൻ, ലാം, കാഫ്, മീം. ഈ 8 അക്ഷരങ്ങൾക്കാണ് മദ്ദുൽ ലാസിം നൽകി ഓതേണ്ടത്. മനസ്സിലാക്കുക. 8 അക്ഷരങ്ങൾ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹുറൂഫുൽ മുഖത്തയിൽ മദ്ദുൽ ലാസിം വരുന്ന ഹർഫുകളുടെ എണ്ണം എത്ര? ചോദ്യം വരാം. 8. മറ്റേത് 14 ഹർഫുകളിൽ 8 എണ്ണം മദ്ദുൽ ലാസിം നൽകി ഓതുന്നതാണ്. മനസ്സിലാക്കി പഠിക്കുക. അടുത്ത കുല്ല ബിൽ മുനാസിബ് എന്താണ്? യോജിച്ചത് ഇവിടേക്ക് ചേർത്ത് എഴുതി കൊടുക്കണം. എന്താണ്? ആദ്യം വരുന്നത് മുത്തസിലാണ്. മുത്തസിൽ എന്താണ്? മദ്ദക്ഷരത്തിന് ഉടനെ അതേ പദത്തിൽ ഹംസ വരുന്നു. അപ്പോൾ ഇവിടെ ഉണ്ട് മദ്ദക്ഷരത്തിന് ശേഷം അതേ കലിമത്തിൽ ഹംസ. അതാ മലാ. അപ്പം അതിൻ്റെ അടുത്ത് തന്നെ അതേ കലിമത്തിൽ ഹംസ വന്നു. മലാ മദ്ദക്ഷരത്തിന് ശേഷം ഹംസ. മലാ ഇ ഹംസ. അപ്പം ഇത് നമുക്ക് മുത്തസിലിന് അവിടേക്ക് എഴുതാം. അടുത്തത് മുൻഫസിൽ. എന്താണ് മുൻഫസിൽ? മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത കലിമത്തിൻ്റെ ആദ്യാക്ഷരമായി ഹംസ വന്നു. മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത കലിമത്തിൻ്റെ ആദ്യാക്ഷരമായി ഹംസ വന്നു. ഇന്നാ അൻസൽനാഹു. ഇന്നാ എന്ന മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത കലിമത്തിൽ ഹംസ വന്നു. ഇന്നാ അൻസൽനാഹു. മനസ്സിലാക്കുക. അടുത്തതാ പിന്നെ അടുത്ത അപ്പം നമുക്ക് അവിടേക്ക് ഇന്നാ അൻസൽനാഹു എഴുതാം. അടുത്ത അസ്ലി. അസ്ലി എന്താണ്? അസ്ലി മദ്ദക്ഷരമായ അലിഫ്, വാവ്, യാ അതിനെ ഉച്ചാരണത്തിൽ കൊണ്ടുവരാൻ ആവശ്യമായ സമയം നീട്ടുന്നതിനാണ് അസ്ലി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കാല, 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 കീല, കൂലു നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ കാല. അപ്പോൾ ഇത് അസ്ലിക്ക് എഴുതാം. അടുത്തതാ ലാസിം ഹർഫി. ഹർഫിൽ മദ് വന്നത്. ലാസിം ഹർഫി. ഹർഫ് മദ്ദക്ഷരത്തിന് ശേഷം ആ ഹർഫിൽ സുക്കൂന് വരുന്നത്, അതിനാണ് ലാസിം ഹർഫി എന്ന് പറയുന്നത്. അപ്പം അതിനേതാണ്?
അപ്പോൾ അതാണിത് അലിഫ് ലാം മീം റാ. അപ്പോൾ ഇവിടെ അലിഫ് ലാം അതൊക്കെ മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂനുണ്ട്. നമ്മളിപ്പോൾ പാടത്ത് പറഞ്ഞു അല്ലേ, ലാസിം നൽകിയാണ് ഓതുന്നത് എന്ന്. അപ്പോൾ ഇവിടെ ഹുറൂഫുൽ മുഖത്തയിലെ ഹർഫുകൾ ചേർന്ന് വന്നതാണ്. അപ്പോൾ ഇതാണ് ലാസിം ഹർഫി മനസ്സിലാക്കുക. ഇനി ലാസിം കലമി, കലിമത്തിൽ മദ് വന്നതിന് ശേഷം സുക്കൂന് വരുന്നത് വലല്ലാലീൻ, വലല്ലാലീൻ. ഇതാ മദ്ദക്ഷരത്തിന് ശേഷം ഇതൊരു കലിമത്താണ്. അതിനുശേഷം ലാമ്, ലാമിന് ഇവിടെ ഷദ്ദുണ്ട്. ഷദ്ദുള്ള അക്ഷരം എന്ന് പറഞ്ഞാൽ സുക്കൂണുള്ള ഒരു അക്ഷരവും ഹർക്കത്തുള്ള ഒരു അക്ഷരവും കൂടി ചേർന്നാലാണ് ഷദ്ദുള്ള അക്ഷരം. അപ്പോൾ ആദ്യം ല് ല, അതാണ് ലി മനസ്സിലാക്കുക, വലല്ലാലീൻ. അപ്പോൾ അതാണ് ലാസിം കലമി. അതിൻ്റെ നേരേക്ക് നമുക്കത് എഴുതാം. അടുത്ത എന്താ പറയുന്നത്, നെക്തുബ് കമാഫി മിസാല്, ഉദാഹരണത്തിലേതുപോലെ എഴുതണം. നൂൻ, അപ്പോൾ നമ്മൾ പാഠത്തിൽ കണ്ടിട്ടുണ്ട് നൂൻ. അത് സ്വാദ്, അത് അതുപോലെ എഴുതാം. കാഫ് അതുപോലെ എഴുതാം. പിന്നെ സീൻ അതുപോലെ എഴുതാം. ഐൻ ഇതുപോലെ. അടുത്തതാ ഹ. ഇവിടെ നമുക്ക് ഹ ആണ് തന്നത്, എന്നാൽ നമുക്ക് വേണ്ടത് ഹ ഉ ആണ്. അപ്പോൾ അത് മാറിപ്പോയതായിരിക്കാം. ഹ നമുക്കവിടെ അങ്ങനെ എഴുതാം. ഹ ആണ് ഹുറൂഫുൽ മുഖത്തയിൽ ഹ ആണ്. അപ്പോൾ അത് മനസ്സിലാക്കട്ടോ, തെറ്റിപ്പോയതായിരിക്കാം, അച്ചടിയിൽ വന്നതായിരിക്കാം, മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയാണ് ഹുറൂഫുൽ മുഖത്ത എന്ന മൂന്നാമത്തെ പാഠത്തിൽ നിങ്ങൾക്ക് വരുന്ന വർക്കുകൾ എല്ലാവരും മനസ്സിലാക്കുക. അപ്പോൾ മദ്ദുകളെ കുറിച്ചിട്ട് നമ്മൾ മുമ്പത്തെ പാഠത്ത് പഠിച്ചതാണ് 4ാം ക്ലാസ്സിൽ. അപ്പോൾ അതൊന്നും കൂടെ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ അത് നമ്മൾ പഠിച്ച മദ്ദുകളുടെ എല്ലാ പാഠത്തിൻ്റെയും കൂടി കൂട്ടിയിട്ട് വന്നൊരു പാഠമാണ് മദ്ദുൽ ഫർഇ എന്നത്. അപ്പോൾ അതിന്ന് എല്ലാവരും മനസ്സിലാക്കുക. മദ്ദുൽ മുത്തസിൽ, മുൻഫസിൽ. അപ്പോൾ അതിന് ഓരോ ഉദാഹരണങ്ങൾ തന്നതും എന്താണ് മുത്തസിൽ, എന്താണ് മുൻഫസിൽ, അത് എത്ര വരെ നീട്ടണം എന്നതൊക്കെയാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. 5ാം ക്ലാസ്സിലെ ഫസ്റ്റ് പാർട്ട് മദ്രസയിലെ ബുക്ക്, ഫസ്റ്റ് പാർട്ട് മദ്രസ തജ്വീദുൽ ഖുർആൻ, അതിലെ 3ാമത്തെ പാഠമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതിൽ നന്നായി മനസ്സിലാക്കി എല്ലാം ഒരു പാഠത്തിൽ ഉൾപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. എന്താ മദ്ദുൽ ലാസിമിൽ ഹർഫിയും കലമിയും മനസ്സിലാക്കുക. മദ്ദുൽ ആരിൽ, അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബുക്ക് കിട്ടുമെങ്കിൽ അത് സംഘടിപ്പിച്ച് എല്ലാവരും ഇത് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ വീഡിയോ എല്ലാവരും ഉപകാരപ്പെടുത്തുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.